ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും അടുത്തൊരാഴ്ചത്തെ അടിപൊളി കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നല്ലൊരു സ്പെഷ്യൽ സൺഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ കഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ, ലൈക്ക് ചെയ്തിട്ട് കാണുക. എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം, അടിപൊളി കഥയിലേക്ക് പോകാം കേട്ടോ. പരിക്കാറായ ആ മുത്തശ്ശൻ്റെ ഒരു ആദ്യ അഭിലാഷം എന്ന നിലയിലാണ് ആദർശ് നയനയെ തിരിച്ചു കൊണ്ടുവന്നത് എങ്കിലും ഇനി അങ്ങോട്ടേക്ക് അഭിനയിച്ച് ആ അഭിനയം സത്യമാകാൻ പോവുകയാണ്. എന്തായാലും നയനയോട് പറയുന്നില്ല അത് മുത്തശ്ശന് വേണ്ടിയിട്ടുള്ള ഒരു അഭിനയമാണ് എന്ന്. ശരിക്കും അവളത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയാണ്. സത്യത്തിൽ ആദർശിൻ്റെ സ്നേഹം തന്നെയായിരുന്നു അത്. ആദർശ് പറഞ്ഞത് ശരിയായിരുന്നു. അവനൊരിക്കലും സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. ആ ഒരു രീതി തന്നെയായിരുന്നു. അമ്മയോടുള്ള ആ ഒരു അമിത വിധേയത്വത്തിൻ്റെ ആ ഒരു പേരിൽ മാത്രമാണ് നയനയെ അകറ്റി നിർത്തിക്കൊണ്ടിരുന്നത്. ആദർശിന് മനസ്സിലാവുകയാണ് തനിക്ക് ഇവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന ആ സത്യം. എന്തായാലും നമ്മുടെ ദേവയാനി ഈ നയനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പം മുതൽ തുടങ്ങിയതാണ് ആദർശിനോട് മോന്തെ വീർപ്പിച്ചിരിക്കാനായിട്ട്. എന്തായാലും ആദർശിനരികിലേക്ക് ചെന്ന് നമ്മുടെ ദേവയാനി ഇങ്ങനെ പറയുകയാണ്, നിന്നിൽ നിന്നും ഇങ്ങനെയൊന്നും ഞാൻ ഒരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല മോനെ. നീ എന്നെ ധിക്കരിക്കുകയല്ല, എന്നെ അപമാനിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും ഞാനിത് ക്ഷമിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഈ ഒരു കാര്യത്തിൽ എന്നോട് ക്ഷമിച്ചേ പറ്റുള്ളൂ. അമ്മ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഒരിക്കലും നയനെ എനിക്ക് ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് സാധിക്കില്ല. നയനെ ഇനി എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. അത് അമ്മ അംഗീകരിക്കുക, അതല്ലാതെ അമ്മയ്ക്ക് വേറെ മാർഗമില്ല എന്ന് തന്നെ ആദർശ് തറപ്പിച്ച് പറയാണ്. എനിക്ക് നയനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. നയന എൻ്റെ ഭാര്യയാണ്. അമ്മ അത് മനസ്സിലാക്കി വേണം ഇനി അവളോട് പെരുമാറാനൊക്കെ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ദേവയാനി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് ആദർശ് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആദർശിനറിയാം ആദർശിൻ്റെ മുത്തശ്ശൻ ആദർശിൻ്റെ ചുറ്റിനും എപ്പോഴുമുണ്ട്. ആദർശ് എങ്ങനെയാണ് നയനയോട് പെരുമാറുന്നത് എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഇതും മുത്തശ്ശൻ കേൾക്കുന്നുണ്ട് എന്ന് ആദർശിനറിയാം. അതുകൊണ്ട് തന്നെയാണ് അമ്മയോട് ധിക്കാരത്തോടെ ഇങ്ങനെ പറയുന്നത്. എന്തായാലും ആദർശ് കൂടുതലൊന്നും പറയാൻ നിന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് അമ്മ നയനെ മരുമകളായിട്ട് അംഗീകരിക്കുക. ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജ ഇങ്ങ് വന്നില്ലേ. ജലജ ഇതും കേട്ട് ദേവയാനിക്ക് അരികിലേക്ക് വന്ന് മുത്തശ്ശൻ അങ്ങ് പോയിരുന്നു പുഞ്ചിരിയോട് കൂടിയിട്ട്. എന്തായാലും ദേവയാനിക്ക് അരികിലേക്ക് ജലജ ഇങ്ങനെ വന്നിട്ട്, ഏട്ടത്തി, അവളുണ്ടല്ലോ, അവളുടെ തള്ളയും കൂടെ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. കനക എന്തോ ചെയ്തു വെച്ചിട്ടാണ് മോനെ വശത്താക്കിയിരിക്കുന്നത്. നോക്കിക്കോ, ഏട്ടത്തിയുടെ മോനെയും കൊണ്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ഏട്ടത്തി ഇവിടെ നിന്ന് ഇറക്കി വിടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നയനെ എന്തായാലും ഏട്ടത്തി ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ആദർശിനും അറിയാം, നയനയ്ക്കും അറിയാം. എന്നിട്ടും ആദർശ് ഇങ്ങനെ മാറിയെങ്കിൽ അതിന് പിന്നിൽ അവൾ തന്നെയാണ്, അവളുടെ കൂടോത്രവും ചാത്തൻ സേവയൊക്കെ തന്നെയാണ് എന്നൊക്കെ ജലജ ഇങ്ങനെ പറഞ്ഞ് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഏത് ചാത്തം വന്നാലും വേണ്ടില്ല, ഏത് കൂടോത്രമാണേലും വേണ്ടില്ല, എൻ്റെ മകൻ്റെ മനസ്സ് എനിക്കറിയാം. അവനൊരിക്കലും അവളെ അംഗീകരിക്കാനും പറ്റില്ല. അവളെപ്പോലൊരു വൃത്തികെട്ട പെണ്ണല്ല എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് വരേണ്ടത്. അവനത് തിരിച്ചറിയുന്നൊരു നിമിഷം വരും. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അതിനു മുമ്പ് അവളെ ഇവിടുന്ന് എങ്ങനെയും ഇറക്കി വിടാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറഞ്ഞു, നടക്കത്തില്ല. കാരണം എൻ്റെ മരുമകളെയും അവളെയും ഒരുപക്ഷെ നവ്യ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമായിരിക്കാം. കാരണം നവ്യയ്ക്ക് പുറമേ കാണുന്ന നവ്യയുടെ യഥാർത്ഥ സ്വഭാവം തന്നെയാണ് നവ്യ പുറത്ത് കാണിക്കുന്നത്. പക്ഷെ നയന എങ്ങനെയല്ല. നയന ഉള്ളിലൊന്ന്, പുറത്ത് എല്ലാവരെയും കയ്യിലെടുക്കുന്ന, സോപ്പിട്ടെടുക്കുന്ന ആ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് നടക്കത്തില്ല എന്ന് തന്നെ നമ്മുടെ ജലജ ഇങ്ങനെ പറയാണ്. എന്തായാലും ഏട്ടത്തി ഇനി ഒരു സ്റ്റേണായിട്ടൊരു തീരുമാനം എടുത്താൽ മതി. ഈ കുടുംബത്തിൽ നയനയോട് ഏട്ടത്തി എങ്ങനെ പെരുമാറുന്നു അതങ്ങനെ തന്നെ അങ്ങ് പെരുമാറിയാൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഏട്ടത്തി മാറുക, അതേ ഇപ്പോൾ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല, ഞാൻ കാണിച്ചു കൊടുക്കാവളെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോവാട്ടോ. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി. നമ്മുടെ നയന പുറത്ത് ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കും, കോലം വരച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പതുക്കെ അങ്ങോട്ടേക്ക് ചെല്ലാട്ടോ. അപ്പോൾ ആദർശിനറിയാം മുത്തശ്ശൻ ഈ ഒരു സമയത്ത് തങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന്, മുത്തശ്ശൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് തൻ്റെ കടമയാണ് എന്ന്, മുത്തശ്ശൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എന്നൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ട് നയനയ്ക്ക് അരികിലേക്ക് പതുക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇവൾ കളിയാക്കുമായിരിക്കും. കാരണം അവളുടെ അരികിലേക്ക് അങ്ങനെ പോകാറില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ചെന്നിട്ട് കോലം വരയ്ക്കുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും അവിടെ ചോദിച്ചു, എന്താ കോലം വരയ്ക്കണം നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, ചവിട്ടി കളയാൻ വല്ലതും ആണോ? അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, ഞാൻ അങ്ങനെ ചവിട്ടി കളയുന്നത് നിനക്ക് തോന്നണുണ്ടോ? അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും നിന്റെ കഴിവുകളെ അംഗീകരിച്ച നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ കോലം ഇങ്ങനെ വരച്ച കോലം ചവിട്ടി അരച്ച് കളയില്ല.
ഇത്രയധികം മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യാൻ നിന്നെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ. നിൻ്റെ ഈ ഒരു കഴിവ് ലോകം അറിയാതെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ഇതൊക്കെ കേട്ട് നയന അന്തം വിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശരിക്കും ആദർശേട്ടൻ തന്നെയാണോ ഇത് പറയുന്നത്? ആദർശേട്ടൻ സത്യത്തിൽ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നീയല്ലേ പറയുന്നത് സ്നേഹമില്ല, സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഉള്ള സ്നേഹം പ്രകടിപ്പിച്ചാലും ഇത് തന്നെയാണോ നിൻ്റെ പ്രതികരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അല്ല ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ആദർശേട്ടൻ ഇങ്ങനെയൊന്നും പറയുന്ന കൂട്ടത്തിലല്ലല്ലോ. ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് പറയാൻ പാടില്ലായികയൊന്നുമില്ലല്ലോ, എൻ്റെ ഭാര്യയോടല്ലേ ഞാൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും എൻ്റെ ഭാഗ്യമാണ് നീ, എൻ്റെ പുണ്യമാണ് നീ എന്നൊക്കെ നയനോട് ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് ജലജ ഇങ്ങനെ പുറകിലിങ്ങനെ നിൽക്കുമായിരുന്നു. ആദ്യം ഇവർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ജലജ എന്ത് ചെയ്തു, ദേവയാനീനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നവ്യം ജലജയും ദേവയാനിയും ഒക്കെ ഇവരുടെ ഈ വർത്താനമൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ രണ്ടുപേരും കൂടി ഒരു കൊച്ചു വർത്താനം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ കാണുക എന്ന് തന്നെയായിരുന്നു നമ്മുടെ ആദർശിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആദർശ് പറഞ്ഞു, അല്ല മുത്തശ്ശ, ഞാൻ ഈ കോലം കണ്ടിട്ട് ഇതിനെപ്പറ്റി പറയുമായിരുന്നു, എന്ത് പറ്റി, കൊള്ളില്ലാന്ന അഭിപ്രായമാണോ നീ പറഞ്ഞത്? അപ്പം അല്ല മുത്തശ്ശ, നല്ലത് കണ്ടാൽ നല്ലത് നമ്മൾ പറയണമല്ലോ. ഇത്ര നാളും എൻ്റെ കണ്ണ് മൂടപ്പെട്ടിരിക്കുകയായിരുന്നു അമ്മയോടുള്ള അമിതമായ സ്നേഹം കൊണ്ട്. എനിക്കിപ്പോൾ നയനയുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് മുത്തശ്ശനോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി തുള്ളി അകത്തേക്ക് കയറി ഓടുക. ഏട്ടത്തി തന്നെ അവളെ ഇറക്കി വിട്ടോളും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഏട്ടത്തി തന്നെ അവൾക്ക് വിഷം കൊടുത്തു കൊല്ലുമെങ്കിലും ചെയ്തോളും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ജലജയും ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം നവ്യയ്ക്ക് നയനയോട് കലിയാണ്. ഇവളെ ഓരോ നിമിഷവും ഇങ്ങനെ എല്ലാവരുടെയും കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവൾ അനന്തപുരിയുടെ റാണിയാകും. അല്ലെങ്കിൽ ഇപ്പോൾ കിരീടവും ചെങ്കോലും ഇല്ലാത്ത റാണി തന്നെയാണല്ലോ അവളാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും രാവിലെ നമ്മുടെ ആദർശ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങാണ്. നയനെ ഫുഡായോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പോകാനായിട്ട് ഇറങ്ങാൻ എനിക്ക് റെഡിയാവാനായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും, അയ്യോ ഇതാവുന്നേ ഉള്ളൂ, എന്ത് പറ്റി ഇന്ന് നേരത്തെ ആദർശേട്ടാ, അപ്പോൾ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോഴേക്കും ചെറിയമ്മ വന്നിട്ട് മുത്തശ്ശിയും ചെറിയമ്മയും കൂടി ചോദിച്ചു, ഇതൊക്കെ നിനക്ക് നേരത്തെ പറയണ്ടായിരുന്നു, നിനക്ക് മീറ്റിംഗ് ഉണ്ടെങ്കിൽ നേരത്തെ നീ പറയണമായിരുന്നു, അല്ലാതെ ഇപ്പോൾ വന്ന് പറഞ്ഞിട്ട് അവൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതിനാണ് തല്ലിപ്പടച്ചിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് സാരമില്ല, ഞാൻ ഫുഡ് അവിടെ നിന്ന് പുറത്തുനിന്നോ ക്യാൻറ്റീനിൽ നിന്ന് വല്ലതും കഴിച്ചോളാം, സാരമില്ല, മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും ജയപാൽ പറഞ്ഞു, അത് ഞാൻ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം, നീ എന്തായാലും ആഹാരമൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോയാൽ മതി. അപ്പം മുത്തശ്ശൻ വന്നിട്ട് മുത്തശ്ശി ഇത് കേട്ടോണ്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ആഹാരവും നമ്മുടെ ആരോഗ്യവും കളഞ്ഞിട്ട് ജോലി വേണ്ട, താൻ ചത്ത് മീൻ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് എന്തായാലും നീ ഇനി ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയാം, നീ ഇനി ഫുഡ് കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്നിങ്ങനെ പറഞ്ഞ് അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതെ ഞാൻ ഇനി കഴിച്ചിട്ടേ പോകുന്നുള്ളൂ മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് എടുക്കാനായിട്ട് നയനയോട് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി വന്നിട്ട് എല്ലാവരും ഇരുന്നു ഫുഡൊക്കെ എടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആദർശും വന്നങ്ങോട്ടേക്ക് ഇരിക്കുക. അപ്പോൾ ദേവയാനി ഭർത്താവിൻ്റെ അരികിലേക്കാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആദർശ് വന്നിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറഞ്ഞു, എന്തായാലും മോള് അതിന് എല്ലാവർക്കും വിളമ്പി കൊടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ പറഞ്ഞു, മോള് വിളമ്പിയിട്ട് മോളും ഇരിക്കാനായിട്ട് പറയാണ്. ഇവിടെ വിളമ്പി എല്ലാവർക്കും വിളമ്പി വെച്ചപ്പോഴാണ് ആദർശം വരുന്നത്. അപ്പോൾ മോളും ഇരുന്നോളാനായിട്ട് പറഞ്ഞപ്പം നയന പറഞ്ഞു, വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം, ഭർത്താവിനൊപ്പം ഇരുന്നാണ് ഭാര്യ കഴിക്കേണ്ടത്, അതുകൊണ്ട് മോള് ആഹാരം എടുത്ത് കഴിച്ചേ, അവൻ്റെ ഒപ്പം ഇരുന്ന് കഴിച്ചേ എന്നിങ്ങനെ പറയാട്ടോ. അന്നേരത്തിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനെ ഇമ്പ്രസ് ചെയ്യാനോ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാനുള്ള വഴിയാണെന്ന് മനസ്സിലായി നമ്മുടെ ആദർശ്. ആദർശ് എന്ത് ചെയ്തു, നീ ഇങ്ങോട്ട് ഇരിക്കന്നെ എന്നൊക്കെ പറഞ്ഞ് അവളുടെ കയ്യെ പിടിച്ചിട്ട് കൊണ്ട് അവൻ്റെ അടുത്ത് തന്നെ ഇരുത്താം, അങ്ങോട്ട് ഇരിക്കുക, ആഹാരം കഴിച്ചിട്ട് വേണം ജോലി ചെയ്യാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്, ഞങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി തരുന്ന നീ കഴിക്കുന്നുണ്ടോ, നീ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ലല്ലോ, എന്തായാലും ഇനി മുതൽ ഞങ്ങളോടൊപ്പം ഇരുന്ന് നീ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നു, അവൾക്ക് വിളമ്പി കൊടുക്കുന്നു, ഇടട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. എൻ്റെ പൊന്നേ, എല്ലാത്തിൻ്റെയും കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. ഹനി എന്തായാലും അന്നേരത്തിനും പറഞ്ഞു, എൻ്റെ ഏട്ടൻ്റെ ഈ മാറ്റം ഉണ്ടല്ലോ, ഒന്നൊന്നര മാറ്റമായി പോയിട്ടോ. എന്തായാലും നയനേടത്തി ഇവിടെ നിന്ന് ഈ വീട് വിട്ടിറങ്ങിപ്പോയപ്പോഴാണ് ഏട്ടന് മനസ്സിലായത് നയനേടത്തിയുടെ വില. ഞങ്ങളൊക്കെ പറഞ്ഞിട്ടും ഏട്ടൻ വിളിക്കാൻ തയ്യാറായില്ല, ഏട്ടൻ്റെ മനസ്സുകൊണ്ട് തയ്യാറായി ഏട്ടൻ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് രണ്ടുപേരുടെയും ആ ഒരു സ്നേഹം കണ്ട് ഈ അനന്തപുരി തറവാട് വിറങ്ങലിച്ച് നിന്നു പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, നീ നിൻ്റെ കവിത എഴുതാതെ മര്യാദയ്ക്കിരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കാം എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയാം. ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴും നയന അന്തം വിട്ടിട്ട് അവനിങ്ങനെ നോക്കുക കേട്ടോ. ആദർശ് പോകാനൊക്കെ ആയിട്ട് റെഡിയാവണ സമയത്തും നയന അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്താ നീ ഇങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും
അത് ആദർശ് ഇങ്ങനെ ചോദിച്ചപ്പോൾ നയന പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ ഓർത്ത് ഒരുപക്ഷെ ആരെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പക്ഷേ അമ്മയെ പോലും ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അമ്മയെ വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും അമ്മയ്ക്കത് സങ്കടമാവില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റുന്നൊരു ദിവസം വരും, അന്ന് അമ്മയെ നിന്നെ അംഗീകരിച്ചോളും. പക്ഷെ ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചതല്ലേ, അമ്മ അതുകൊണ്ട് നിന്നെ അംഗീകരിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതേസമയം നമ്മുടെ ദേവയാനി അവിടെ നിന്ന് ഭക്ഷണ നിരാഹാരത്തിനുള്ള പരിപാടിയൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ തോറ്റുപോയി, നടന്നില്ല, ആരും സമ്മതിച്ചില്ല നിരാഹാരം കടക്കാനൊന്നും. എന്തായാലും ഇവിടെ ചേർത്ത് നിർത്തി ഇവനെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്, ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിലൊക്കെ. ഇതൊക്കെ ചെയ്യുന്നത് മുത്തശ്ശൻ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് ആദർശ് കണ്ടിട്ട് തന്നെയാണ്. നയനി ഇതൊന്നും കാണുന്നില്ല കേട്ടോ. നയനി ഇതൊക്കെ സത്യമാണ് എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെറിയമ്മ അത് കഴിഞ്ഞിട്ട് ഇവനെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പം മുത്തശ്ശൻ പറഞ്ഞു, മോനെ നീ ഇപ്പോൾ അവളോട് കാണിക്കുന്ന സ്നേഹം ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ അത് വേണ്ട, നീ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവളെ സ്നേഹിക്കരുത്. ശരിക്കും നീ അവളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവളുടെ യഥാർത്ഥ ഇത് മനസ്സിലാവും. നീ കുറച്ച് ദിവസത്തെങ്കിലും മനസ്സുകൊണ്ട് അവളെ സ്നേഹിച്ച് നോക്കാനായിട്ട് പറയണം. അപ്പോൾ ആദർശ് പറഞ്ഞു, ഞാൻ മനസ്സുകൊണ്ട് തന്നെയാണ് മുത്തശ്ശ സ്നേഹിക്കുന്നത്, അല്ലാതെ കള്ളത്തരത്തിലല്ല. മുത്തശ്ശന് വേണ്ടിയിട്ട് മാത്രമല്ല, എനിക്ക് എൻ്റെ ജീവിതം കൂടി നോക്കണമല്ലോ, അതുകൊണ്ട് തന്നെയാണ്. ഞാൻ അത്ര കൊള്ളില്ലാത്തൊരു പെണ്ണല്ലെന്നൊക്കെ എനിക്ക് അറിയാം. പിന്നെ എൻ്റെ അമ്മ അത് പതുക്കെ മനസ്സിലാക്കിക്കോളും അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ അത് കഴിഞ്ഞിട്ട് ചെറിയമ്മയും അനിയൊക്കെ കൂടി ഇവർക്ക് ഹസ്നേറ്റൊക്കെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പൂവൊക്കെ തലയിൽ വെച്ച് അവൾ പാലൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ടല്ലോ, ഇതൊക്കെ കണ്ടു ദേവയാനി ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ദേവയാനിയുടെ കളികളൊന്നും ഇനി നയനയുടെ അടുത്ത് നടക്കത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നന്ദുവിൻ്റെ കാര്യം അറിയാമല്ലോ. നന്ദു അനിയും കൂടി ഇങ്ങനെ ബൈക്കിലിങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അനാമികയെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ അനിക്ക് പറയാനുള്ളൂ, അനാമികയെക്കുറിച്ച് മാത്രം. എന്നിട്ട് ഈ പോകുന്ന വഴിക്കൊരു കാറ് വന്നിട്ട് ഇവരെ ഓവർടേക്ക് ചെയ്യുകയും നന്ദു വീഴുകയും നന്ദു അവിടെ കിടന്ന് ബഹളം കൂട്ടുകയും അതിനകത്ത് ഡ്രൈവറെ ചെന്ന് തല്ലാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഒരു പെണ്ണാണെന്ന് മനസ്സിലാകുന്നത്. പെണ്ണാണെങ്കിലും ശരി ഊടുപാട് നന്ദു ചീത്ത പറയുകയാണ്. ആ സമയത്താണ് അനി ആ പെണ്ണിനെ നോക്കുന്നത്. ആ പെണ്ണിനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദാ കിടക്കണം നമ്മുടെ അനാമിക. അനി ഒരു തരത്തിൽ നന്ദുവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അത് അനാമികയാണ് എന്ന്. എന്തായാലും നന്ദുവിന് അത്രയ്ക്ക് പിടിച്ചില്ല കേട്ടോ. അങ്ങനെ അനാമികയുടെ കൂടെ അനി ഇങ്ങനെ പോവുകയാണ്. അതിനുശേഷം അനാമികയുടെ വീട്ടിലേക്ക് ഒരു ദിവസം അനി പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അനാമിക അനിയുടെ കവിതകളൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയും അനിയുടെ ഫോട്ടോ റൂമിൽ വെച്ചിരിക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകമൊക്കെ വായിക്കുന്ന അനാമികയാണ്. വീട്ടുകാരൊക്കെ അവനെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു വൺ ട്രാപ്പാണ്, ഹണി ട്രാപ്പ് എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ വൺ ട്രാപ്പാണ് നമ്മുടെ അനിയെ. ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരി തറവാട്ടിലേക്ക് കടന്നു വരാനായിട്ട് ഒരു പെണ്ണ് കാണിച്ചു കൂട്ടുന്ന കുറേ കൊപ്രായങ്ങളാണ്. എന്തായാലും അനാമിക സുന്ദരിയാണ്, പക്ഷേ നമ്മുടെ നന്ദുവാണ് അനിയുടെ നായിക. നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ അതുതന്നെയാണെന്ന് എനിക്കറിയാം. നന്ദു അനിയുടെ നായികയായിട്ട് വരണം, അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഇന്നത്തെ അടുത്ത ഒരാഴ്ചത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഓഫീസിലേക്ക് എത്തി നമ്മുടെ നയന കൂടുതൽ കാര്യങ്ങൾ ഇവൻ്റെ കൂടുതൽ കാര്യത്തിൽ ഇടപെടുകയും ഓഫീസിലേക്ക് ഫുഡ് കൊണ്ടുപോവുകയും അങ്ങനെ അവരുടെ പ്രണയം അവിടെയും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശദമായ കഥ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കഥയിലേക്ക് കടക്കാം. സി യു അഗെയിൻ. താങ്ക് യു.